വെൽക്കം ടു V1 ഹോം. V1 ഹോമിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റൂ ഏതാ സ്ഥലം എന്നുള്ളത്? ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സും എല്ലാം കണ്ടിട്ട് ഞാൻ പറയട്ടെ, ക്രിസ്മസ് അപ്പൂപ്പനും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളം ഇടപ്പള്ളിയിലുള്ള സെന്റ് ജോർജ് ദേവാലയത്തിലാണ്. അതെ, നമ്മൾ ക്രിസ്മസ് നൈറ്റ് ആയിട്ട് പാതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ദേവാലയത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് പണ്ടത്തെ പോലെ നമ്മളിപ്പോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ട് അതിന് നമ്മള് ലൈറ്റ് ഒക്കെ ഇടും. ഇതൊന്നല്ല, വേറെ ലെവലാണ്. അതെ, ട്രെയിനൊക്കെയാണ് പോണത്. ട്രെയിൻ പോണ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അത് ഈ ക്രിസ്മസിന്റെ ഈ മഞ്ഞുമലയിനെയും ഈ ട്രീകളെയൊക്കെ ചുറ്റി വട്ടം കറങ്ങിക്കൊണ്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എവിടെ കണക്ഷൻ കൊടുത്തേക്കണ ഇത് ബാറ്ററിയിലാണോ ഒരു ഐഡിയ ഇല്ലാട്ടാ. ഹെവി ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് കാണാൻ അടിപൊളിയായിട്ട് നമുക്ക് കുറച്ചു നേരമൊക്കെ കണ്ടു നിൽക്കാനുള്ളതൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്ഷനായി തോന്നിയത് എന്താന്ന് ആന്തേട്ടൻ അറിയോ? ഇതായിരിക്കും സെൽഫി എടുക്കുന്ന പോയിന്റ്. അതെ, സെൽഫി പോയിന്റ് പോലെ ഗേറ്റ് മുതൽ പള്ളിയുടെ അറ്റം വരെ ചുറ്റും ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് ആളുകൾ അതൊക്കെ സെൽഫി പോയിന്റ് ആക്കി വെച്ചിട്ടാണ് ഫോട്ടോസ് എടുത്തിരുന്നത്. പിന്നെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാല് ക്രിബുകളുണ്ട്. അവിടെ ക്രിബിന്റെ മത്സരം ഉണ്ടെന്നുണ്ട്. അതെ, കുറെ ക്രിബ്സ് ഉണ്ടായിരുന്നു. ഒരു 10-15 ക്രിബുകൾ രണ്ട് സൈഡിൽ സ്റ്റോളുകൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ക്രിബ് എടുത്ത് പറയത്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഡിഫറെന്റ് തീമാണ്. ഒരെണ്ണത്തില് മരുഭൂമി ആയിരിക്കാം, ഒരെണ്ണത്തില് മഞ്ഞുമല, അങ്ങനത്തെ ടൈപ്പ്, ഒരെണ്ണത്തില് ഭയങ്കര പച്ചപ്പുള്ളത് ഗുഹ, അങ്ങനെ പല തീം. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ണീശോയുടെ ജന്മം തന്നെയാണ് എല്ലാവരും കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഓരോരുത്തരുടെ ഐഡിയ വ്യത്യസ്തങ്ങളായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാതും എടുത്ത് പറയത്തൊക്കെ ഭംഗിയും ഉണ്ടായിരുന്നു. ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് കാണാനുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് സിന്ധ്യ. അതായത് ഇതിനകത്ത് ഓരോരോ ക്രിബ് കാണിക്കുമ്പോഴും അതിനകത്ത് ഞാൻ ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നവർക്ക് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല ഇപ്പൊ സിംസിക്ക്, അതുപോലെ ആയിരിക്കില്ല ചക്കരക്കാലും കൊണ്ടുപോൾക്ക് ഇഷ്ടം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ക്രിബ് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ നമ്പർ നമ്മള് കമന്റിലൂടെ രേഖപ്പെടുത്തണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണേ. കാരണം ഓരോ ക്രിബിനും ഓരോ പ്രത്യേകതകളാണ്. ചിലപ്പോൾ ചില ക്രിബുകൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളികളിലോ ട്രൈ ചെയ്തതായിരിക്കും. ക്രിബ് നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. ഓല മേഞ്ഞ അയ്യോ അത് മാറിപ്പോയി. എനിവേ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു പുൽക്കൂടാണ്. ഇതിനകത്ത് അധികം വർക്ക് ചെയ്തിട്ട് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇവിടെ വന്നപ്പോ കുറച്ചും കൂടി കൺസ്ട്രക്ഷനും കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള പക്ഷെ എല്ലാത്തിനും നല്ല പണി എടുത്തിട്ടുണ്ട് അല്ലേ? കുറച്ച് ഹെവി ആയിട്ടുണ്ട്. മണ്ണിലാണ് അത് ആ ട്രീറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതെ 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 അതെ. ഒരു പഴമൊക്കെ അതിനകത്ത് അങ്ങനെ ഓരോന്നിനും ഓരോ വെറൈറ്റി ആണ് കേട്ടോ. അതെ അതെ, ലൈറ്റ് ആയാലും അതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആയാലും എല്ലാം അതിന് മാച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് ഒരു ക്രിബും മോശം എന്ന് പറയാനില്ല കേട്ടോ. എല്ലാതും ഒന്നിനൊന്നും ബെറ്ററാണ്. ഓരോരുത്തരുടെ ഐഡിയകൾ വ്യത്യസ്തമാണ്, ക്രിയേറ്റിവിറ്റി വ്യത്യസ്തമാണ്. എല്ലാതും അടിപൊളിയാണ്. പക്ഷെ നമുക്ക് സമ്മാനം ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ആരാന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. എനിവേ കിട്ടുന്ന ആള് കറക്റ്റ് അർഹതപ്പെട്ട ആള് തന്നെയായിരിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരുപാട് ആൾക്കാർ വന്നിട്ട് കാണുന്നുണ്ട്, വീഡിയോസ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പള്ളികളിലാണെങ്കിലും ചെറിയ ചില സമയത്ത് ഇങ്ങനെ വീടുകളിൽ മത്സരങ്ങൾ വെക്കാറുണ്ട്. പക്ഷെ പള്ളിയിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു 10-15 ക്രിബ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എടപ്പള്ളി പള്ളിയില് ക്രിസ്മസിന് പോകണം എന്നുള്ളത് ഞങ്ങളുടെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് 4 പേരും ശരിക്കും എൻജോയ് ചെയ്തോ. അടിച്ചു പൊളിച്ചു എന്ന് പറയാം അങ്ങനെ ആ ഒരു രാത്രി. ഓക്കെ, പിന്നെ ഇതിന് ശേഷം പള്ളിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ക്രിബ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് മത്സരത്തിന് വേണ്ടിട്ട് സെപ്പറേറ്റ് സ്റ്റോൾ. ഇതാണ് പള്ളിയുടെ റിയൽ ആയിട്ട് പള്ളി ചെയ്തിട്ടുള്ള പുൽക്കൂട്. ഇത് മറ്റു പുൽക്കൂടുകളെ വെച്ചിട്ട് കുറച്ചും കൂടെ വലുതാണ്. പിന്നെ ഇതാണ് പള്ളിയുടെ ഓവറോൾ വ്യൂ കേട്ടോ. നല്ല രസമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും ആർഭാടമില്ല, LED വാളൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് എഫക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തില് അടിപൊളി. പിന്നെ നാനാജാതി മതസ്ഥർ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ എല്ലാവർക്കും V1 ഹോമിന്റെ ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു വ്ലോഗുമായി വീണ്ടും വരാം. Till then, bye from V1 Home.